ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം വേണോ? ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നെയാണ് അരി കുതിർത്തത് കേട്ടോ. കുതിർത്തത് എന്നാണ് നമ്മൾ പറയാം, കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ കുതിർത്ത് വെച്ചു. അത് കഴുകി അരിച്ച് മിക്സിയിൽ ജാറിലോട്ടിട്ടു. വെല്ലം അല്ലെങ്കിൽ ശർക്കര പാവൊഴിച്ചു, ഏലക്ക പൊടിച്ചിട്ടു, മൈദ ഇട്ടു, 2 പഴവും ചേർത്തു. ഇവിടെ കിട്ടുന്ന പഴം ചേർത്തത്. ഇത്രയും സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിപ്പം തന്നെ അരച്ച പാടപ്പടന്നെ ഞാൻ കാരയിൽ ചുട്ടപ്പോൾ ഇതുപോലെ നല്ല പൊങ്ങി വന്നു കേട്ടോ. നമ്മളിങ്ങനെ ഭയങ്കര അരി പൊടിച്ച് ഭയങ്കര സംഭവമല്ലേ. നമ്മളെ വീട്ടിലെല്ലാം കാര്യപ്പം ചുടുക എന്നെല്ലാം പറഞ്ഞാൽ ഒന്നിക്കൽ ഏതെങ്കിലും പ്രഗ്നൻ്റായവർക്ക് കൊണ്ടു കൊടുക്കാൻ, അല്ലെങ്കിൽ വിഷുവിന് നമ്മൾ കണിയൊന്നും വെക്കൂല. അപ്പം എന്നാലും പിന്നെ അങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ പണ്ട് കാലത്ത് എൻ്റെ വീട്ടിലെല്ലാം ഉണ്ടാക്കല്ലോ. ഇപ്പോൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കാര. ഞാൻ വെച്ച് പെട്ടെന്ന് ചുട്ട് നോക്കട്ടെ. നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും ചേർത്തിനിട്ടാ ഉള്ളൂ. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ കരപ്പിന് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കഴിക്കണം എന്ന് തോന്നി നമുക്ക് പെട്ടെന്ന് അരി പൊടിച്ച് പിന്നെ അരിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ കാര്യപ്പം ഇഷ്ടമില്ലവർക്ക് വേഗം ഉണ്ടാക്കി കഴിക്കണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര പണിയല്ലേ ഉണ്ടാക്കാൻ. നമുക്ക് കൊതിയുണ്ടായിട്ടെന്ന കാര്യം, അത്രയും പണി സമയമില്ല, അത്രയും പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറഞ്ഞത്. എന്നിട്ട് ഉണ്ടാക്കുന്നതൊന്നും എല്ലാം ഇഷ്ടം പോലെയെല്ലാം ആൾക്കാർ കാണുന്നില്ല, അതുകൊണ്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും പ്ലാൻ ചെയ്തല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അരക്കുന്നതൊന്നും കാണിക്കാഞ്ഞ്. എന്നാലും പെട്ടെന്ന് വൈകുന്നേരത്തെ ചായക്ക് ചേട്ടൻ ഇന്ന് ചായ കുടിക്കാനുണ്ടായി വൈകുന്നേരം, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 2 മണിക്കൂർ മുന്നേ അരി കുതിർത്ത് വെച്ചു കേട്ടോ. സാധാരണ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് പൊടിച്ചിട്ട് ഒരു പുട്ടിൻ്റെ പരുവത്തിൽ കുറച്ച് തരിയായിട്ട് പൊടിച്ചിട്ട് പിന്നെ തേങ്ങ വെല്ലത്തിൻ്റെ പാവ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിക്കലല്ലേ. എന്നിട്ട് കൂട്ടി വെച്ചിട്ട് എത്രയാണ് 5-6 മണിക്കൂർ അങ്ങനെയൊക്കെ. നമ്മളെ വീട്ടിലൊക്കെ രാത്രി കൂട്ടി വെച്ച് രാവിലെ 4 മണി 5 മണിക്കൊക്കെയാണ് വിഷുവിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കൽ. അങ്ങനെയൊക്കെ കുറച്ച് പ്രോസസ്സിങ് ടൈമൊക്കെ വേണ്ടേ ഇനി. പക്ഷേ അങ്ങനെ അല്ലാണ്ട് തന്നെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. എല്ലാവരും ഉണ്ടാക്കുന്നിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് പിന്നെ അധികം ആൾക്കാരും ഉണ്ടാക്കി നോക്കുന്നത് തന്നെയായിരിക്കും. എന്നാൽ ഇത് എളുപ്പമല്ലേ, ടേസ്റ്റെല്ലാം നല്ല ശരിക്കും നമ്മൾ മറ്റേതുപോലെ ഉണ്ടാക്കി അതേ കാര്യത്തിൻ്റെ ടേസ്റ്റ് വന്നു. പിന്നെ ഒരു കാര്യം പറയാം, ഞാനിത് പ്രത്യേകിച്ച് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ മോക്കാണ് കേട്ടോ. മോക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കുന്നിടത്തുനിന്ന് വേണ്ടിയെങ്കിൽ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. എന്താ വെച്ചാൽ അവിടെ മിക്സിയിലുണ്ടല്ലോ, അരച്ചിട്ടെടുക്കാമല്ലോ. പിന്നെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ പാട് പോയി ഫാമിലിയായിട്ട് നിൽക്കുന്നവരുണ്ടാവും, പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വയസ്സുള്ളവരും ഉണ്ടാവും. ഇങ്ങനെ പെട്ടെന്ന് മിക്സിയിലൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് ചെറിയൊരു മിസ്റ്റേക്കുകളുണ്ട്. മധുരം കുറച്ച് കുറവായിരുന്നു. എനിക്ക് മധുരം വേണ്ടാതുകൊണ്ട് എൻ്റെ മധുരം കണക്കായിരുന്നു. പക്ഷേ നല്ലോണം മധുരം വേണ്ടുന്നവർക്ക് കുറച്ച് മധുരം കുറവായിരുന്നു. കാരണം വെല്ലം പാവാക്കിയപ്പോൾ നല്ല ലൂസിൽ പാവാക്കിയപ്പോൾ അതിലൊഴിക്കുമ്പോഴത്തേക്ക് അധികം ഒഴിക്കാൻ പറ്റില്ലല്ലോ, മൊത്തം അതിൻ്റെ അളവെടുത്ത്. ഇനി പ്രത്യേകിച്ച് അളവ് എടുത്തിട്ട് ഉണ്ടാക്കിയതുമല്ല, അതും പറയണ്ടേ. പക്ഷേ നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ ഇട്ട സംഭവങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. ഞാൻ 1 ഗ്ലാസ് അരി എടുത്തത്. അപ്പോൾ മൈദ ഞാൻ ചേർത്തത് ഒരു 1/4 ഗ്ലാസ്സാണ്. ഏത് ഗ്ലാസ്സിലാണ് അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൻ്റെ 1/4 ഗ്ലാസ് എന്നാൽ നിങ്ങൾക്ക് ഗ്ലാസ് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പിന്നെ ഏലക്ക ഒരു 10 എണ്ണം ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിട്ട് അരക്കുന്നതിന് മുന്നേ ഇടുക ഇത് കേട്ടോ. 2 സാധാരണ വലിപ്പൂല പഴം, സാധാരണ പഴം നമ്മൾ റോബസ്റ്റെല്ലാം പോലെ തന്നെ ഒരു പഴമില്ലേ ഇവിടെ കിട്ടുന്ന മഞ്ഞ കളറില്ലേ, പച്ചല്ല, അത് ഒരു സാധാ വലിപ്പൂല പഴം. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടിരുന്നു കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് അങ്ങനെ ഒരു 10-30 കുഞ്ഞി കൊത്തുകൾ മാത്രം.